നമുക്ക് നമ്മുടെ അടുക്കളയിലൊക്കെ കരി പിടിച്ചതും കറ പിടിച്ചതായിട്ടുള്ള പാത്രങ്ങളൊക്കെ എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനായിട്ട് നമ്മൾ മുട്ടത്തോട്, ഉണക്കിയിട്ടുള്ള മുട്ടത്തോട്, നനവുണ്ടാവരുത്, അങ്ങനെയുള്ള ഇതുപോലെയുള്ള മുട്ടത്തോട് എടുക്കുക. എന്നിട്ട് നമുക്കത് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് ഇതിങ്ങനെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. മുട്ടത്തോട് ഡ്രൈ ആയിട്ടുള്ള മുട്ടത്തോട് തന്നെ വേണം, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതിങ്ങനെ ഇതിലേക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു സ്പൂണ് ചായപ്പൊടി വേണം. കേടായ ചായപ്പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളതും കൂടെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. എത്ര പൊടിച്ചാലും തരി തരിയായിട്ടാണ് ഉണ്ടാവുക. അതുപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എത്രയാണോ നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുക അതിനനുസരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. അതും ഡേറ്റൊക്കെ കഴിഞ്ഞ ബേക്കിംഗ് സോഡയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനെഗറാണ്. നമ്മൾ വിനെഗർ സുർക്ക ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് പൊന്തി വരും. ഞാനൊരു ചെറിയ പാത്രം ഇപ്പോൾ എടുത്ത് അതാണ് ഇത്രത്തോളം പൊന്തി വന്നത്. നമ്മൾ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് അത് സുർക്ക ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടിയും സുർക്കയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഉപയോഗിക്കേണ്ടത് നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ലിക്വിഡാണ്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്, ഒരു പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഏതാണോ കറ പിടിച്ചിട്ടുള്ളൊരു പാത്രം ഉള്ളത് അതെടുക്കാം. ഞാനിപ്പോൾ ഈ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് പാല് തിളപ്പിച്ചപ്പോൾ അടിയിൽ പിടിച്ചതാണ്. ഇതുപോലെയുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് സ്റ്റീൽ പാത്രം ആയാലും കുഴപ്പമില്ല, ഗ്ലാസിൻ്റെതായാലും കുഴപ്പമില്ല, ഏത് പാത്രം വേണമെങ്കിലും നമുക്കെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് എവിടെയാണോ കറ ഉള്ളത് അവിടെ തേച്ച് കൊടുക്കാം. നമുക്ക് പാത്രത്തിൻ്റെ എല്ലാ സ്ഥലത്തും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറയുള്ള ഭാഗത്ത് മാത്രമേ ആക്കി കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് വരെ നമുക്കതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇതുപോലെയുള്ളൊരു സ്റ്റീൽസിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ട് അവിടെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ല പ്രഷർ കൊടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളത് ഓൾറെഡി അതിൻ്റെ കറയൊക്കെ കുറച്ച് മെൽട്ടായിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ കറയില്ലാത്ത പാത്രങ്ങളിൽ ചെയ്താൽ നന്നായിട്ട് സ്റ്റീലിൻ്റെ പാത്രമൊക്കെ നന്നായിട്ട് തിളങ്ങി നിൽക്കും. ഇതുപോലെ നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാം എത്രത്തോളം അതിൻ്റെ കറ പോയിട്ടുണ്ട് എന്നുള്ളത്. നോക്കൂ, നന്നായിട്ട് അതിൻ്റെ കറയൊക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ ക്ലീനായിട്ട് നന്നായിട്ട് തിളങ്ങി നിൽക്കും. ഒരു കെമിക്കൽ ഉപയോഗിക്കാത്ത വീട്ടിലുള്ള ഐറ്റംസ് തന്നെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കാം. വീട്ടിൽ കറ പിടിച്ച പാത്രങ്ങളുണ്ട്, ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും.